ഹെൽത്ത് മിക്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയാ? നോ വേ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ബോഡി ഷേപ്പ് പെർഫെക്റ്റ് ആക്കാനുള്ള സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട്. മരുത്വ പഞ്ചജീരക ഗുണം, സ്ത്രീകളുടെ ആത്മവിശ്വാസം. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ്. ഊട്ടോളിയിലെ ഒരു കൊമ്പനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ കൺഫ്യൂഷനായിരിക്കും, കാരണം ഊട്ടോളിയിൽ ഒത്തിരി കൊമ്പന്മാരുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ചെറുപ്പമാണ്, എന്നാൽ ആരാധകരാണെങ്കിലോ ഒരുപാടുണ്ട്. അതാരാണ്? മനസ്സിലായല്ലോ, രാമനാണ്. ഊട്ടോളി രാമനെയാണ് ഇന്നത്തെ ആനക്കാര്യത്തിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് രാമൻ്റെ ഉടമസ്ഥരായിട്ടുള്ള കൃഷ്ണൻകുട്ടി ചേട്ടനും ലീന ചേച്ചിയുമാണ്. രണ്ടുപേർക്കും നമസ്കാരം. രാമനെ കുറിച്ച് നമുക്ക് പറയാം അല്ലേ? എന്താണ് രാമൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ? രാമൻ എന്ന് വെച്ചാൽ ഏകദേശം 7 കൊല്ലമായി എന്ന് പറയാം. 6 കൊല്ലം കഴിഞ്ഞു. 7 കൊല്ലമാവാനാണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. ഇത് മാതാ അമൃതാനന്ദപുരി അമൃതാനന്ദ അമ്മയുടെ ആനയായിരുന്നു. അവിടെ ചെറിയ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിന് പ്രായപൂർത്തിയാകുമ്പോൾ ഒരു മതപ്പാട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതൊരു 15 വയസ്സ് തൊട്ടാണ് ആവുക. അപ്പോൾ 15 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെയുള്ള ഈ മതപ്പാട് വന്നവിടെ അവിടെ പലർക്കും അറിയാത്തതിൻ്റെ പേരിൽ ഇത് ചങ്ങല പൊട്ടിക്കേണ്ടി വന്നു. 1-2 പ്രാവശ്യം ചങ്ങല പൊട്ടിച്ചപ്പോൾ അവിടുത്തെ ഭക്തജനങ്ങൾക്ക്, ഫോറിനേഴ്സും ഉണ്ട്, എല്ലാ ആൾക്കാരും ഉണ്ട്, അവിടുത്തെ ഭക്തജനങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ പേടിയായപ്പോൾ അവരമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു. 2 ആനയാണ് അവിടെ ഉള്ളത്. ഒരു പിടിയാനയും ഉണ്ട്, രാമനാനയും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ചാണ് അവിടെ ലൈറ്റ് സാധാരണ നടക്കിയിരുത്തിയതാണ്. ഞാൻ നേരത്താണ് ഈ ആനയുടെ കാര്യം അറിയുന്നത്. ഈ ആനയുടെ കാര്യം അറിഞ്ഞപ്പോൾ ഉടനെ ഞാനും എൻ്റെ മകനും കൂടി കാറെടുത്ത് പോയി രാമനെ കണ്ട വശം തന്നെ സത്യം പറഞ്ഞ എൻ്റെ ബോധം പോയി എന്ന് പറയാം. ബോധം പോയി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എത്ര ചെറുപ്പം, ഇവൻ്റെ ആഹാര ഭംഗിയും മൊത്തം കണ്ടപ്പോൾ ഇവൻ ഒരു രാജാവാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ നേരത്തെ ഇവിടെ തോന്നി. എന്തുകൊണ്ട് നേരത്തെ എത്തിയില്ല? അതിക്ക് മുന്നേ 2-3 പ്രാവശ്യം പറഞ്ഞു, വേറെ ആൾക്കാർ പറഞ്ഞു. സത്യം പറഞ്ഞ അവിടെ ചെന്ന് 1, 2, 3 സ്വന്തമാക്കി. വേറെ ഒന്നും നോക്കിയൊന്നുമില്ല. ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ആന എടുത്തു. ഇപ്പൊ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും അല്ലല്ല, നീരിലല്ലായിരുന്നു. പക്ഷെ അമ്മ ഒരാഴ്ച അവിടെ ഉണ്ടായില്ല. എനിക്കപ്പോൾ ഒരു വാശി ഉണ്ടായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അമ്മ അവിടേക്ക് വരുള്ളൂ. അമ്മ ഫോറിൻ ഭക്തജനങ്ങൾക്ക് ഫോറിൻ ഇത് ആയിട്ട് ഇങ്ങനെ പോകാറുണ്ടല്ലോ. അങ്ങനെ മാതാമൃത ആനന്ദമയി അമ്മ അങ്ങനെ പോയി ആനകളുടെ പേപ്പറും ഇതൊക്കെ അമ്മയുടെ ആശീർവാദത്തോടു കൂടി തന്നത്. അപ്പം അമ്മ പറഞ്ഞു, ആനയോട് ഭ്രാന്തണല്ലേ. അപ്പം ഞാൻ എൻ്റെ വൈഫ്, അമ്മ, മകൻ ഒക്കെ പാടെ പോയി ഞങ്ങൾ പേപ്പറൊക്കെ വാങ്ങിച്ച് തന്നു. പക്ഷെ ഇതിനിടയിൽ എന്തുണ്ടായെന്ന് വെച്ചാൽ ഇത് വാങ്ങിച്ചു എന്ന് അറിഞ്ഞപ്പോഴേക്കും കേരളം മുഴുവൻ വാട്സപ്പിൽ കൂടി ഇത് കൂടി കയറുന്നു. അപ്പം എല്ലാവരും ഇങ്ങനെ അടിച്ചു കയറാൻ നിന്നു. അടിച്ചു കയറി ലാസ്റ്റ് അവർ തന്നെ അവരെ എല്ലാ ബ്രാഞ്ച് മാനേജർമാരൊക്കെ പറഞ്ഞു, ഞാൻ ആനനെ കൊടുക്കില്ല, അങ്ങനെ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പം അതിനിടയിൽ ചെറുപ്പളശ്ശേരി സുനിൽ സ്വാമി, 10 ആനയുള്ള ആളാണ്. ഞാൻ 2 ആന കൊടുത്തിട്ടുണ്ട്. ഊട്ടോളി രാജശേഖരൻ, ഊട്ടോളി രാമൻ എന്ന് പറഞ്ഞ ആന കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം അവിടെ പോയി. അപ്പോൾ അവിടെ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് തന്നെയാണ് ആന പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവർ പറഞ്ഞതിൽ വാക്ക് മാറില്ല. ഞങ്ങൾ ആനനെ നടത്തി ലോറിയിൽ കയറ്റാനായിട്ട്. ഇത് ലോറിയിൽ ഇതേവരെ കയറാത്ത ആനയാണ്. അപ്പോൾ അങ്ങനെ അവിടെ ആനനെ കുറേ നടത്തി ഓരോ ചെറിയ കുന്നുകൾ അല്ലെങ്കിൽ കല്ലട്ടി കാണുമ്പോൾ അതുമ്പോൾ കയറ്റി കയറ്റാൻ നോക്കുക, ആന കയറില്ല. അപ്പോൾ അങ്ങനെ ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ നടന്നപ്പോൾ അവിടുത്തെ തന്നെ ഒരു ഓണർ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഇന്ന് തന്നെ ആനനെ കൊണ്ടുപോകണം, കൊണ്ടുപോയില്ലെങ്കിൽ നാളെ ചേട്ടന് ഈ ആന കിട്ടില്ല. എല്ലാവരും അത്ര ഇതിൽ നിൽക്കണേ. കൊല്ലത്തുകാർ ഇത്ര പെരുത്ത ആൾക്കാരുണ്ടായിട്ട് തൃശ്ശൂർക്കാർക്ക് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ മൊത്തം കൊല്ലം ഇളകിയിട്ടാ നിൽക്കണ, ചേട്ടന് കൊണ്ടുപോകാൻ പറ്റില്ല, കൊല്ലംകാര് എങ്ങനെയെങ്കിലും കൊണ്ടുപോക്കോളൂന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി രാത്രി ആയപ്പോഴേക്കും ഇതേമാതിരി ഒരു വലിയൊരു കല്ലട്ടീമ കണ്ട് കയറ്റി നിർത്തി.
അന്ന് എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാല് പ്ലാസ്റ്റർ ഇട്ടുണ്ടായിരുന്നു. ഞാൻ വണ്ടിയിലിരുന്നിട്ടാണ് എല്ലാ ആക്ഷനും എല്ലാം പറഞ്ഞു കൊടുത്തതൊക്കെ. പക്ഷെ ഞാൻ എണീറ്റ് ലാസ്റ്റ് ആനനെ പിടിച്ച് കയറ്റേണ്ടി വന്നു. അങ്ങനെ ആന കയറി ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് ആന ലോറിയിൽ ചെരിഞ്ഞൊക്കെ നിന്ന്. എന്നാലും പതുക്കനെ കയറ്റി പുലർച്ചെ 2 മണിക്ക് വന്ന് ഇവിടെ വന്നപ്പോൾ ഒരു 1500 ആള് ഈ തൃശ്ശൂരുള്ള ആൾക്കാർ മുഴുവൻ ഈ ആനനെ കാണാൻ നിൽക്കുക. ഈ ആന എന്ന് പറഞ്ഞു അമൃതപുരി രാമൻ എന്ന് പറഞ്ഞാൽ അത്ര ഫേമസ് എന്ന് പറഞ്ഞാൽ ആരും കണ്ടിട്ടില്ല. ഈ ആനനെ കാണാൻ വേണ്ടി ഇത്ര അധികം ആൾക്കാർ എൻ്റെ വീട്ടിൽ പാതിരയ്ക്ക് 2 മണിക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ഭുതം. ആനപ്രേമികൾ ഇപ്പോഴൊക്കെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃശ്ശൂർ പൂരത്തിന് ഇറങ്ങുമ്പോൾ ഒരു രാജ്യം മുഴുവൻ വരുന്ന ദിവസമാണ് അന്ന് രാമനെ കാണാൻ വന്നത്. ഈ രാമനെ കാണാൻ വന്നു. എനിക്ക് തന്നെ അത്ഭുതമായി. അപ്പോഴേക്കും അവിടെ നിന്ന് വരുമ്പോഴേ തന്നെ ഓരോരുത്തർ വിളിച്ച് പാപ്പാൻ വേക്കൻസി ചോദിച്ചു. അപ്പോഴേക്കും പാപ്പാനെയൊക്കെ ഇവിടെ എത്തണേലും മുന്നേ ഫിക്സ് ചെയ്തു. ഇവിടെ നിന്ന് ആൾക്കാരെ ഇറങ്ങി, ആൾക്കാരൊക്കെ ഇറക്കി ആനനെയൊക്കെ സൂട്ടാക്കി ഇവിടെ കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരാഴ്ചയോളം ഇവിടെ ഒരു പൂരായിരുന്നു. എല്ലാവരും വരിക, പോവുക, എല്ലാവരും വരിക. അപ്പൊ തന്നെ എല്ലാവരും കണ്ടപ്പോ തന്നെ ഇതായി. അന്ന് ഇത്ര ഇല്ല, പക്ഷെ എന്നാലും ആനനെ കാണാത്തത് കൊണ്ടും അതിന്റെ സൗന്ദര്യം, ചെവി, ബാക്കിയുള്ള എല്ലാ ഇതും ഒരു ആനയ്ക്ക് വേണ്ട എല്ലാ ഘടകവും എല്ലാ ലക്ഷണങ്ങളും ഇതിനുണ്ട്. പക്ഷെ അപ്പൊ തന്നെ ഞാൻ വിചാരിച്ചു, ദൈവത്തിനോട് സ്തുതി പറഞ്ഞു, ഇത് ഉണ്ടായോണ്ട് കാര്യമില്ലല്ലോ, എല്ലാതും ഉണ്ടെങ്കിൽ ഇത് ആയുസും കൂടി കിട്ടണല്ലോ. ഈ ആനനെ സംബന്ധിച്ച് നമ്മൾ അഹങ്കരിച്ചോണ്ട് കാര്യമില്ല എന്ന് പലരും ഇപ്പോഴും വലുതായപ്പോൾ രാമൻ ഓരോരുത്തർ വന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായാലും ചേട്ടൻ ഊട്ടോളി രാജശേഖരന് കൊടുത്തു, ഊട്ടോളി അയ്യപ്പന് കൊടുത്തു. ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല ആനകളത്. അതേമാതിരി ഇനി ഇതിന് കൊടുത്തു കളയരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല, ഇത് നാൽക്കാലികളല്ലേ, പ്രത്യേകിച്ച് ദൈവത്തിന്റെ മുതല് നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിൽക്കും. നമ്മൾക്കല്ലേ ആ നേരത്ത് തോന്നുക ഇത് കൊടുക്കാൻ തോന്നുക. അങ്ങനെ വന്നാൽ നമ്മൾ എന്നിട്ട് ചെയ്യുന്ന എന്നൊക്കെ പലരോടും പറയാം. എന്നാലും ഇവിടെ വരണ അധികം ജനങ്ങളും ഒരു കാരണവശാലും അതേമാതിരി ചെയ്യരുത്, ചേട്ടൻ കൊടുക്കരുത്. പിന്നെ ഈ 5-6 വർഷം കൊണ്ട് ആന ഇത്ര അധികം വലുതായി. ഇപ്പൊ ഒപ്പം വലിയ ആനകളുടെ ഒപ്പം നിൽക്കും. ഇനി എന്താ ഒരു വരും തലമുറയിലെ ഒരു രാജാവന്നെയാണ്. രാജാവാവുമെന്ന് നമുക്ക് വിചാരിക്കുന്നത്, അത് നമ്മൾ വിചാരിച്ചോണ്ട് കാര്യമില്ല. ഇപ്പോഴെല്ലാവരും വിചാരിക്കുന്ന എല്ലാ ശക്തിയും നമ്മുടെ കൂടെ ഉണ്ടാവണം, എന്നാലേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. അത് ഇതിൽ തന്നെ വലിയൊരു ഘടകമാണ് പാപ്പാമാര്. പിന്നെ തുടങ്ങിയ ആ കാലഘട്ടത്തിലെ ആദ്യത്തെ പാപ്പാൻ ആരായിരുന്നു? ആദ്യത്തെ പാപ്പാൻ ആറന്മുള മോഹനൻ എന്ന് പറഞ്ഞ ഒരു പാപ്പാനായിരുന്നു. പിന്നെ അതിനുശേഷം മാറി. പക്ഷെ ആനയ്ക്ക് സൂട്ടായിട്ടുള്ള പാപ്പാമാരുണ്ടെങ്കിൽ ആനകൾ വേഗം വളരാൻ ആനയുള്ളൂ. പിന്നെ ഇത് അങ്ങനെയല്ല, ഇതിന് ഈ ആനയുടെ മതപ്പാടില് ആനയ്ക്ക് തന്നെ ചിട്ടവട്ടങ്ങൾ അറിയാത്ത ഒരു സ്ഥിതിയാണ്. എന്താ വെച്ചാൽ ചിട്ടവട്ടത്ത് ഇപ്പോൾ വലിയ ആനകളൊക്കെ ആണെങ്കിൽ ആനകൾക്ക് മുറിവ് വരാണ്ട് നോക്കും, ഇതിന് മുറിവ് വരാണ്ട് നോക്കാനായിട്ട് അറിയില്ല. അപ്പോൾ കൂടുതൽ ത്യാഗം സഹിക്കേണ്ടവരാണ് കൂടെയുള്ള പാപ്പാന്മാർക്ക്, കൂടുതൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുവരെ വേറെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. നന്നായി നിന്ന നമുക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു ആനയാണ്. ഹെൽത്ത് മിക്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയാ? നോ വേ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ബോഡി ഷേപ്പ് പെർഫെക്റ്റ് ആക്കാനുള്ള സൊല്യൂഷൻ എന്റെ കയ്യിലുണ്ട്. ഇതെന്താ? മരുത്വ പഞ്ചജീരക ഗുണം. ശരീര സൗന്ദര്യവും മുഖസൗന്ദര്യവും വർദ്ധിപ്പിക്കുന്നു. മരുത്വ പഞ്ചജീരക ഗുണം, സ്ത്രീകളുടെ ആത്മവിശ്വാസം. പിന്നെ ഈ ഒരു എന്താ പറയുക, അപ്പം തറവാട്ടിൽ അല്ലെങ്കിൽ കൂട്ടോളി എന്ന് പറയുമ്പം എല്ലാവർക്കും അറിയാം ഒത്തിരി ആനകളുള്ളൊരു വീട് തറവാട് എന്നുള്ളതൊക്കെ അല്ലേ. ഈ ഒരു ആനയോടുള്ളൊരു ഇഷ്ടം ഏത് കാലഘട്ടത്തിലാണ് തുടങ്ങുന്നത്? ഏറ്റവും ആദ്യത്തെ ആന അത് ഏറ്റവും ആദ്യത്തെ ആന എന്ന് പറയുന്നത് ഉട്ടോളി മഹാദേവൻ എന്ന് പറഞ്ഞ കുറ്റിമുക്കിയിൽ നിന്ന് ഒരു ആനനെ വാങ്ങിച്ചതാണ് ഏറ്റവും ആദ്യത്തെ ഇഷ്ടം. അതിക്ക് മുന്നേ ഇവിടെ തൊട്ടടുത്തായിരുന്നു നമ്മുടെ തിരുവമ്പാടി ശിവസുന്ദർ എന്ന് പറഞ്ഞ ആന ഇവിടുത്തെ ആളുടെ ആയിരുന്നു. പൂക്കോടൻ ശിവൻ എന്ന് പറഞ്ഞ ആളുടെ ആനയായിരുന്നു. ഈ ആന എൻ്റെ വീട്ടിൽ കൊണ്ട് കിട്ടാറ്. പക്ഷെ എൻ്റെ വീട്ടിൽ കിട്ടാറുണ്ട്, അതിൻ്റെ പാപ്പാമാരായിട്ട് ഇഷ്ടമുണ്ട്. ഈ ആനയായിട്ട് ഞാൻ അടുപ്പായിരുന്നു. പക്ഷെ അതിവിടുന്ന് വിറ്റ് പോയിപ്പോൾ ഭയങ്കര സങ്കടമായി ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നു, എന്താ എനിക്കും വാങ്ങണ്ടേ, അവരെ വാങ്ങണം എന്നുള്ള നിലയ്ക്ക് ഞാൻ ആദ്യമായിട്ട് വാങ്ങണേ. പിന്നെ ആദ്യത്തെ ആന തന്നെ ഒരു 2 മാസത്തിനുള്ളിൽ ആനയുടെ പാപ്പാന തന്നെ കുത്തി കൊന്നു.
കുത്തിക്കൊന്നു പറഞ്ഞാൽ ആന അറിയാണ്ടാണോ അറിഞ്ഞിട്ടാണോ എന്ന് അറിയില്ല. ആന കൊമ്പ് തലേമ കൊണ്ട് ആൾ മരിച്ചു. മരിച്ചപ്പോൾ എൻ്റെ വീട്ടിൽ ഫാദറും ബാക്കി എല്ലാവരും വന്ന് ഇനി ആന വേണ്ട, ആന അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് അന്ന് ചിലവായ പൈസയുടെ പകുതി കാശും കൂടി തരാൻ ആളില്ല. ഇത് ചോദിക്കുന്ന ആൾക്കാർ മുഴുവൻ ഓണർമാരാണ്. അപ്പോൾ ഈ ഓണർമാർ തന്നെ വാങ്ങിച്ച് അവർക്ക് ഈ ആന സൂട്ടാണ് അവരെ വീട്ടിൽ കൊണ്ടുവരുത്തൊരു കുഴപ്പമില്ല. എനിക്ക് ഈ ആന ആദ്യം തന്നെ പാപ്പാൻ എങ്ങനെ ചെയ്തില്ലേ, ഈ പാപ്പാൻ ഈ ആന വാഴില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ ഒരു 2 മാസം 3 മാസം കഴിഞ്ഞിട്ട് മറ്റേ ആനേനെ ആദ്യം വാങ്ങിയ ആനയെ കുട്ടിയാനെയാണ്. ഒരു 6 അടി വീരുണ്ടായിരുന്നുള്ളൂ. അതിനെ നോക്കാൻ ആരുമില്ല. പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് അതിനെ നോക്കി അതിൻ്റെ മുറിവൊക്കെ കാറ്റി. അപ്പോൾ വാങ്ങാൻ വരുന്ന ആൾക്കാർ മുഴുവൻ ഓണർമാർ തന്നെയാണല്ലോ. ഞാനോട് പരിചയമുള്ളവരെ വാങ്ങണേ. അവർ പകുതി വരെയും കൂടി തരാൻ അവർക്ക് പറ്റില്ലേ. അപ്പോൾ എനിക്കൊരു വാശിയായി. ആന ഓണർമാർ തന്നെ അല്ലെങ്കിൽ ആന ലോബി ഇവിടെ ഉണ്ടോ നമ്മളെ ചെറുതാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ തന്നെ പോയി വേറൊരു ആനനെ വാങ്ങിച്ചു. അത് അയ്യപ്പൻ എന്ന് പറയുന്നത് പെരുമ്പാവൂരുന്ന ആനനെ. അത് എൻ്റെ ഇതെന്ന് പറയുക ചെല്ല നോക്കുക കാണുക. 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ ഇവിടെ വരും ആന. അങ്ങനെ 2 വന്നു. അപ്പം ആനോളന്മാർ ഇത്ര വെല്ലുവിളി വിളിക്കാന്ന് പറഞ്ഞ ഒരു കൊല്ലത്തിനുള്ളിൽ 5 ആന വാങ്ങി. ഇപ്പോഴും 5 ആന 8 വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴും 5 ആന. അങ്ങനെ അപ്പോഴാണ് ആൾക്കാർ മുഴുവൻ നോക്കണത്. ആള് ആനയൊന്നും ഇനി ഉപയോഗിക്കില്ല, ആന വേണ്ട എന്ന് പറഞ്ഞ ആള് 5 ആന വാങ്ങിച്ച. അപ്പോ കോമ്പറ്റീഷനാണ് ഈ ബില്ലിൽ. ഈ ബില്ല് നല്ല ബിസിനസ്സിലെ മൊത്തം കോമ്പറ്റീഷൻ. അല്ല, ബിസിനസ് തന്നെയല്ല, ഇതിനോടൊരു താല്പര്യം. വേറെ ബിസിനസ് ചെയ്യുന്നുണ്ട്. ആ ബിസിനസിന്റെ ലാഭം ഇതിൽ കിട്ടില്ല. പക്ഷെ ഇതില് ഒരു ഭ്രാന്ത് എന്ന് പറയില്ല, ആന ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ ആന ഭ്രാന്ത് ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. ആനയോട് സ്നേഹവും വേണം. മുഴുവൻ ആന പൈസ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ ആനനെ വാങ്ങിച്ചതിന് ശേഷം 8 ആനയുള്ളപ്പോൾ നോട്ട് നിരോധനം വന്നു, 2 പ്രാവശ്യം പ്രളയം വന്നു, 2 പ്രാവശ്യം കൊറോണ വന്നു. ഇതോട് ഭയങ്കര ബുദ്ധിമുട്ടായി. ഭയങ്കര ബുദ്ധിമുട്ടാവുക തന്നെയല്ല, വേറെ ആന ഓണർമാർ എന്നോട് പറഞ്ഞു, വേറെ ഓണർമാർ വന്ന് പറഞ്ഞു എൻ്റെ ആനേനും കൂടി ഒന്ന് നോക്കാൻ പറ്റുമോ, നിങ്ങളാകുമ്പോൾ അതിൻ്റെ കൂടെ പോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ റോഡ് സൈഡിലൊക്കെ ഇട്ട് ആനനെ തീറ്റിയ അങ്ങനെ വന്നിട്ടുണ്ടാവും. അങ്ങനെ വരെ ചെയ്തു. പക്ഷേ ഇത് ആന ഫീൽഡ് മൊത്തം ലോറിയിലൊക്കെ കയറാത്ത ആനനെ നമ്മൾ കയറ്റാൻ പഠിച്ചു. നമ്മളത്ര വിവരമുള്ള ആളല്ല കേട്ടോ ആന ഫീൽഡിൽ. പക്ഷേ അങ്ങനെ പല ഇതും നമ്മുടെ ഊട്ടോളി തറവാട്ടിൽ ആനകൾ വന്ന ആനകൾ പൊതുവെ ശാന്തരായി എന്ന് പറയും. അങ്ങനെ പിന്നെ പല വമ്പന്മാരും വന്നു. ഇതേവരെ വേറൊരു ആനപ്പാപ്പാനോ വേറെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത്ര നാളായിട്ട് ഏകദേശം 20 കൊല്ലത്തോളായി ഇതേവരെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് തന്നെയല്ല, ഞാൻ ഒരുവിധം നല്ലോണം പരിപാലിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. പരിപാലിക്കുന്ന കാരണം കൊണ്ടാണ് എനിക്ക് ഈ ആന കിട്ടാനും കാരണം. നല്ലോണം നോക്കണം, ഒരാൾക്ക് കൊടുക്കണം എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നിലയ്ക്ക് ഫസ്റ്റ് സെലക്ഷൻ എനിക്ക് കിട്ടിയത്. അത് എൻ്റെ ഭാഗ്യമല്ല, കുറച്ച് ദൈവത്തിന്റെ കഴിവെന്ന് തന്നെ പറയാം. അല്ലാണ്ട് നമ്മുടെ അഹംഭാവം ഒന്നും ഉണ്ടായതുകൊണ്ട് ഈ ആന കൊണ്ടുനടക്കാൻ പറ്റില്ല. ചേച്ചിക്ക് വരുന്ന കാലത്ത് ഇവിടെ ആന ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പം പേടി ഉണ്ടായിരുന്നോ? ഇല്ല. രാമന്റെ അടുത്ത് ഫുഡ് കൊടുക്കണം. അത് ശരി. ആ, വീട്ടിലേക്ക് കയറ്റുള്ളൂ. അത് ശരി. അപ്പം അങ്ങനെ കൃഷ്ണൻകുട്ടി ചേട്ടന് കുറേ എന്താ പറയുക, കുറേ നിയമങ്ങളും കുറേ സ്നേഹത്തിന്റെ കുറേ കാര്യങ്ങളും ഉണ്ട് അല്ലേ? ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ വീട്ടിലില്ലെങ്കിലും കൊടുത്തോളാം, വീട്ടിലുള്ള ചോറായാലും കൊടുക്കും. നമ്മള് ഓണറാണെങ്കിലും നമുക്ക് സ്നേഹച്ചട്ടം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അടിച്ചട്ടം അല്ലെങ്കിൽ വേറെ ഇടിച്ചട്ടൊന്നുമില്ല. അപ്പോൾ സ്നേഹച്ചട്ടമുള്ള കാരണം കൊണ്ടാണ് ആനകൾ തന്നെ ഉപദ്രവിക്കാത്തതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സ്നേഹം അവർക്ക് അറിയാലോ. അപ്പൊ രാമനെ ആ ഒരു കാലഘട്ടം മുതൽ അവനെ ഇവിടെ കൊണ്ടുവന്നു. ഇപ്പം ഇത്രയും വർഷമായി ഒരുപാട് പ്രശസ്തമായിട്ടുള്ള പൂരങ്ങളും അല്ലാത്ത പൂരങ്ങളും ഒക്കെ എടുക്കുന്നുണ്ട് അല്ലേ? നീരുകാലം എത്ര നിൽക്കാറുണ്ട്? നീരുകാലം 3 മാസം നല്ലോണം ഒലിക്കും. പക്ഷെ 4 മാസം ആയാലേ അഴിക്കാറുള്ളൂ. ഇപ്പൊ എത്ര വയസ്സാ ശരിക്കും പറഞ്ഞ? ഇപ്പോ 22 വയസ്സ്. 22. അപ്പം ചെറുപ്രായമാണ്, വലുതാവാൻ ഇരിക്കുന്നേ ഉള്ളൂ അല്ലേ? വലുതാവുന്ന ആഗ്രഹം, വലുതാവുന്ന വിചാരിക്കണേ, എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ വേറെന്തെങ്കിലും രാമന്റെ സ്വഭാവത്തിൽ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുണ്ട്? രാമന്റെ ഇതെന്ന് പറഞ്ഞാല് ഇവന്റെ ഷേപ്പ്, ചെവി, ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും കാണുമ്പോൾ നമുക്ക്
ശരിക്കും പറഞ്ഞ ശിവരാജുവിന്റെ അല്ല പല ആനകളുടെ ചായയും പറയും അല്ലേ? അങ്ങനെ ചോദിക്കുക. ഏറ്റവും കൂടുതൽ ചായ അവൻ്റെയാ. അതേമാതിരി തന്നെ മൊത്തം എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ ഇതിലെ കൊച്ചുകുട്ടി തന്നെ ഒരു നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടി വരെ ഒരു പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. അവൻ ആനനെ കണ്ടിട്ടില്ല. അവൻ യൂട്യൂബിൽ ഇതൊക്കെ നോക്കിയിട്ട് അവൻ പറഞ്ഞൊരു ഇതുണ്ട്, എനിക്ക് ആ ആനനെ രാമനെ വാങ്ങണം, വലുതാകുമ്പോൾ രാമനെ വാങ്ങണം, രാമനെ കാണണം. ആ കുട്ടിയുടെ അമ്മാമേരെ കൂടെ ഇതിൽ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ആ കുട്ടി ഇതേ രാമൻ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് ഓടി കളിച്ചിവിടെ വന്നു. വണ്ടിയിൽ വന്നപ്പോൾ ആരും അറിയില്ല. പക്ഷെ ഇവര് പാപ്പന്മാര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു പിടിച്ചു വന്നപ്പോൾ ആ യൂട്യൂബിൽ ആ TV-യിൽ വന്ന പയ്യനാണ് ഇത്, അല്ലെങ്കിൽ പേപ്പറിൽ വന്ന പയ്യനാണെന്ന് അറിഞ്ഞത് പിന്നീട് അറിഞ്ഞപ്പോഴേക്ക് എന്നെയൊക്കെ വിളിച്ചു. ഞാനൊക്കെ വന്നു. അങ്ങനെ എല്ലാ ആനേനെയും കാണിച്ചു കൊടുത്തു. പക്ഷെ അവ നഴ്സറിക്കാരൻ ഇത്തിരി നേരം കൊണ്ട് അവൻ ആനരെ കോലൊക്കെ വാങ്ങിച്ച് കയ്യിൽ വെച്ച് ആനരെ ഒപ്പം പിടിച്ചേർന്ന് തുടങ്ങി. നമുക്ക് തന്നെ അത്ഭുതമായി. അപ്പൊ തന്നെ അവൻ മൊബൈല് അവന്റെ അമ്മ പോറില്ല, അമ്മേനെ വരെ കാണിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെ കൊച്ചു കുട്ടികൾ മുതല് അത്രയും ആരാധകരാണ് രാമന്റെ. ഇപ്പോഴത്തെ ഒരു കാലഘട്ടം നമുക്കറിയാം, അങ്ങനെ പെട്ടെന്ന് പോയിട്ട് നമുക്കൊരു ആനയെ വാങ്ങുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇപ്പം ഇല്ല. ഇനിയൊരു അവസരം കിട്ടിയാൽ ഒരു ആനയും കൂടെ ഇവിടേക്ക് വരുമോ? വാങ്ങുമെന്ന് വെച്ചാലേ നമുക്ക് നമ്മുടെ കാര്യം തന്നെ ഉറപ്പില്ല. എന്റെ കാര്യം എനിക്ക് ഉറപ്പില്ല, സത്യം പറഞ്ഞ ഉറപ്പില്ല. പക്ഷെ വാങ്ങുമെന്ന് വെച്ചാൽ വാങ്ങില്ല എന്ന് പറഞ്ഞാലും ചിലപ്പോ നല്ലത് കണ്ട സ്വന്തമാക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ ആർക്കായാലും. സ്വന്തമാക്കണമെന്ന ആഗ്രഹം ഇല്ല എൻ്റെ ജീവിതത്തിൽ. ഇനി വാങ്ങില്ല എന്ന് വിചാരിച്ചപ്പോഴാണ് രാമനെ വാങ്ങുന്നത്. ഇനിയും നമുക്ക് നമ്മുടെ കാര്യം തന്നെ ഉറപ്പൊന്നുമില്ല. രാമന്റെ പാപ്പാനെ കുറിച്ച് ഒന്ന് പറയോ? പാപ്പാനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും മുമ്പിലും ഷൈൻ ചെയ്യുന്നെന്നോ. ഇപ്പോഴത്തെ ആളുടെ പേര് വിഷ്ണു എന്നാണ്. അവൻ ഒരു സ്കൂൾ മാഷായിരുന്നു. അപ്പൊ ഇതിനോടുള്ള ഭ്രാന്ത് കൊണ്ട് സ്നേഹം കൊണ്ട് വരുന്നതാ. കാര്യമൊക്കെ കണ്ടീഷനാ. അപ്പോൾ എന്തായാലും രാമന്റെ കുറച്ച് വിശേഷങ്ങളും രാമൻ വന്ന ഇവിടുത്തെ ഉള്ള ആ ഒരു കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗം ഇതിലൂടെ പുതുക്കാട് മെയിൻ റോഡാണ്. ഈ റോഡിലൂടെ പോകുമ്പോൾ ഏതൊരു ആനപ്രേമിയുടെ എന്താ പറയുക കണ്ണും ഇങ്ങോട്ടേക്ക് തിരിയും അല്ലേ? ഇവിടെ ഇങ്ങനെ എപ്പോഴും ആനകൾ ഉണ്ടാവും അല്ലേ? ഒട്ടുമിക്ക സമയങ്ങളിലും ഉണ്ടാവും. എല്ലാ സമയത്തും ഇവിടെ തന്നെയല്ലേ ആനകൾ നിൽക്കുന്നത്? എപ്പോഴും ഇവിടെ തന്നെയാണ്. ചിലപ്പോ മാത്രം ആറാട്ടുപുഴ നമ്മുടെ ഒരു ബന്ധുവിന്റെ വീടിന്റെ ഇടയ്ക്ക് അവിടെ നിർത്തും. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു. അപ്പം നമ്മൾ രാമൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വേറെ 2 പേരും കൂടെ നിൽക്കുന്നുണ്ട്. ഈ ആനകൾക്ക് ഭക്ഷണത്തിൻ്റെ പ്രത്യേകിച്ച് ഫ്രൂട്ട്സിൻ്റെയൊക്കെ സ്മെല്ല് അങ്ങ് ദൂരെ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ അവർക്കും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മോശമല്ലേ? ഇപ്പോൾ നമ്മൾ പോണത് ചന്തുവിൻ്റെ അടുത്താണ്. അവരിങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചന്തുവിൻ്റെ ചട്ടക്കാരൊക്കെ പോയാ അവിടെയുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ചന്തുവിന് ഇതൊന്ന് കൊടുത്തിട്ട് വേണം. ചന്തു ഇപ്പം നീരിലാണല്ലേ? നീരിലാണ്, പക്ഷെ കുഴപ്പമില്ല എന്ന് പറയുന്നത്. കണ്ടവർക്ക് തല കുലുക്കി കയ്യിൽ കൊടുക്കാം. ഓക്കെ. അയ്യോടാ, അയ്യോ ഇന്നില്ല, തൊടാനാണതല്ലേ? അയ്യോടാ, എന്നെ വേണമെങ്കിൽ തൊട്ടോ അത്. അപ്പം നീര് തുടങ്ങിയിട്ട് എത്ര നാളായി? 2-3 ദിവസം. ഓ, നീര് തുടങ്ങിയിട്ടേ ഉള്ളൂ, 2-3 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതേ കണ്ടോ, എല്ലാവർക്കും അങ്ങനെ എല്ലാ സമയത്തും അടുത്ത് പോകാൻ പറ്റുമോ? ഇങ്ങനെ കുഴപ്പമില്ല. ആൾ വലിയ കുഴപ്പമുള്ള ആളല്ല എന്നാണ് പറഞ്ഞത്. നീര് തുടങ്ങിയിട്ടിപ്പം 3 ദിവസം അദ്ദേഹം കൊടുക്കുന്നുണ്ട്, ഇപ്പം ഞാനും കൊടുത്തു. അങ്ങനെ നീരിലങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് ഒരു വലിയ കാര്യമാണ്. ആളിങ്ങനെ ഫുൾ ടൈം കുടുങ്ങി നിൽക്കും അല്ലേ? ദേ കൈ തപ്പുന്നു. ഓക്കെ, ഇനി നമ്മുടെ ഇവിടെ ഒരാളും കൂടെ ഉണ്ട്. ആളുടെ പേരാണ് പ്രസാദ്. പ്രസാദും ഒരു പാവം ആനയാണ്. നമുക്ക് അവനും കൊടുക്കാം എന്തെങ്കിലും. വരും. എന്താ കഴിച്ചോണ്ടിരിക്കണേ?
പട്ടനെ കഴിച്ചുകൊണ്ടിരിക്കുമല്ലേ? ആ പട്ട കഴിച്ചുകൊണ്ടിരിക്കുക. അതിനിടയിലാണ് ഒരു ടച്ചിങ്സ് പോലൊരു സാധനം. അപ്പം ഇത് പ്രസാദ്. ചേട്ടൻ്റെ പേര് കണ്ണൻ. ഓക്കെ. ആൾ പാവല്ലേ? പാവാണ്. ഞങ്ങൾ വേറൊരു ദിവസം വരാം കേട്ടോ, അതിൻ്റെ വിശേഷമൊക്കെ ചോദിക്കാനായിട്ട്. വേണ്ട കേട്ടോ. ഓക്കെ. അപ്പോൾ ഇവൻ്റെ വിശേഷമായിട്ട് നമുക്ക് ഉടനെ തന്നെ ആനക്കാര്യത്തിൽ ഇവൻ്റെ ഫുൾ കാര്യങ്ങളായിട്ട് വരാം. ഇപ്പം നമ്മൾ രാമൻ്റെ വിശേഷം ചോദിക്കാൻ വന്നതല്ലേ. അപ്പോൾ ഇവിടെ ഇവരെല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് ഇവർക്ക് കുറച്ച് ഫ്രൂട്ട്സ് കൊടുക്കാമെന്ന് ചോദിച്ച് വന്നതാണ്. ആൾ കുളിയൊക്കെ കഴിഞ്ഞ് കുറിയൊക്കെ തൊട്ട് നല്ല സുന്ദരനായിട്ട് നിൽക്കുന്നുണ്ട്. പായലത്തെ കഴിഞ്ഞിട്ടില്ലല്ലേ? കഴിഞ്ഞു. ഓക്കെ. അപ്പം അങ്ങനെ പ്രസാദനം നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഇവിടുന്ന് പോകേണ്ട സമയമായി. ശരിക്കും ഇത് നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ. കാര്യം ഇവിടെ നിറയെ എന്താ പറയുക, ഇവർക്ക് നിൽക്കാനുള്ള സൗകര്യത്തിൽ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഇപ്പം ഇന്നത്തെ ക്ലൈമറ്റ് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഫുൾ ടൈം ഇവിടെ ഉണ്ടാവും. ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു ഹൈ റോഡാണ്, അതായത് മെയിൻ റോഡാണ്. ആ റോഡിൻ്റെ സൈഡിലാണ് ഇത്രയും വലിയൊരു പറമ്പ്. അപ്പോൾ ആനകൾക്ക് നിൽക്കാനുള്ള എല്ലാ സൗകര്യവും കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. കാലങ്ങളായിട്ട് ആനപ്രേമികൾക്കും അല്ലെങ്കിൽ ഇതിലൂടെ പോകുന്നവർക്കൊക്കെ അറിയാം ഇവിടെ ആനകളുണ്ട്. പിന്നെ ഇതിൻ്റെ കണ്ടില്ലേ, നേരെ ബാക്ക് സൈഡ് പാടമാണ്. നല്ല ഭംഗിയുള്ള ഒരു അന്തരീക്ഷം കൂടെയാണ്. അപ്പോൾ ഓട്ടെ, ഞങ്ങൾ ഇനി വരാട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെ പ്രസാദിൻ്റെ അടുത്ത് കുറച്ച് നേരം നിന്നു. ഇനി ഞങ്ങൾ ആനക്കാര്യത്തിൻ്റെ ഫുൾ എപ്പിസോഡായിട്ട് നമുക്ക് വേറൊരു ദിവസം വരാം. കണ്ണൻ അദ്ദേഹത്തിനെയൊക്കെ വിശദമായിട്ട് പരിചയപ്പെടണം. അപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം വരും കേട്ടോ. ഓക്കെ. അപ്പോൾ ടാറ്റ, ബൈ. ഇനി നമ്മൾ ഇന്നത്തെ ആനക്കാര്യത്തിൽ രാമനായിരുന്നു നമ്മുടെ മെയിൻ താരം. രാമൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു. വരാം, ഉടനെ തന്നെ വരും കേട്ടോ. ആള് വളരെ ഹാപ്പിയാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും രാമൻ്റെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ആനക്കാര്യം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ഗജകേസരിയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ. ഇവിടെ നോക്ക്, കുടുങ്ങിക്കൊണ്ട് നിൽക്കുന്നു നോക്ക്.